ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. വാഹനാപകടത്തിൽ പരിക്കേറ്റ് മതിയായ ചികിത്സ ലഭിക്കാതെ തെരുവിൽ കഴിയുന്ന 50-കാരൻ തലശ്ശേരിയിലെ നൊമ്പര കാഴ്ചയാകുന്നു. ആക്രി സാധനങ്ങൾ പെറുക്കിവിറ്റ് ജീവിതം നയിക്കുന്ന കൊല്ലം കൊട്ടാരക്കര സ്വദേശി ജോസ് ആണ് കൂട്ടിരിപ്പുകാർ ആരുമില്ലാതെ തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ കടവരാന്തയിൽ കഴിയുന്നത്. ജോസിന് കൂടുതൽ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ അത്യാഹിതം സംഭവിച്ചേക്കാമെന്ന അവസ്ഥയിലാണിപ്പോൾ. തലശ്ശേരി നഗരത്തിൽ ആക്രി സാധനങ്ങൾ ശേഖരിച്ചാണ് ജോസ് വരുമാനം കണ്ടെത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസം തിരുവങ്ങാട് ദിനേശ് ഭവന് സമീപം വെച്ച് നടന്നു വരുമ്പോൾ പുലർച്ചെ കാർ തട്ടി ഇദ്ദേഹത്തിന്റെ തലയ്ക്കും കാലിനും പരിക്കേറ്റു. നാട്ടുകാർ ഉടൻ തന്നെ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി. എന്നാൽ മറ്റ് അസുഖങ്ങളുണ്ടെന്ന് അറിയിച്ചുവെങ്കിലും ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടാൻ നിർദ്ദേശിച്ച് വിട്ടയച്ചു. കൂട്ടിരിപ്പുകാർ ഇല്ലാത്തതിനാൽ ആശുപത്രി വിട്ടു. അവശനായ ഇദ്ദേഹം ഇപ്പോൾ തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ കടവരാന്തയിലാണ് കഴിയുന്നത്. കട്ടിയുള്ള ആഹാരം കഴിക്കാൻ സാധിക്കില്ല. സാമൂഹ്യ പ്രവർത്തകൻ ബാബു പാറാൽ വാങ്ങി നൽകുന്ന ജ്യൂസും മറ്റും കഴിച്ചാണ് ജീവൻ നിലനിർത്തുന്നത്. എന്നാൽ ഇദ്ദേഹത്തിന് ആവശ്യമായ ചികിത്സ നൽകാൻ കഴിയാത്തത് വലിയ പ്രയാസമുണ്ടാക്കുന്നതായി ബാബു പാറാൽ പറഞ്ഞു. അഡ്മിറ്റ് ആകാതിരിക്കാൻ അവർ പറയുന്ന കാരണം എന്താ വെച്ചാൽ ഇവർക്ക് കൂട്ടിരിപ്പുകാർ വേണമെന്നാ. ഈ തെരുവിൽ ഒറ്റപ്പെട്ട മനുഷ്യന്മാർക്ക് എവിടെയാണ് കൂട്ടിരിപ്പ് ഉണ്ടാവുക? എന്തെങ്കിലും ഒരു ആധാർ കാർഡോ അതുപോലെ ഐഡന്റിറ്റി ഒന്നുമില്ലാത്ത പാവം മനുഷ്യന്മാരാണ് ഇവർ. അവിടെ അഡ്മിറ്റ് ആക്കിയില്ലെങ്കിൽ അവർ ക്ഷീണം തീരാനായിട്ട് ഗ്ലൂക്കോസും കുത്തിവെച്ചൂടെ? ഈ തലശ്ശേരി ഈ പരിസരത്ത് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, ഈ മദ്യപാനം കൂടുതലായിട്ട് ഈ കോപ്പാലും മാഹിയിലുള്ള കൊണ്ട് തന്നെ ഇത്രയും കണ്ട ആളുകൾ കൂടുതലാന്ന് ഇവിടെ. പക്ഷേ ഇവർ രോഗിയായിട്ട് അവശനായി കിടക്കുമ്പോൾ തലശ്ശേരി ആശുപത്രിയിൽ ഇവർ ചികിത്സ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ മാർഗ്ഗമാണ്. അത് ഇവർക്കല്ലാതെ വേറെ ആര് ഗവൺമെൻറ് ആശുപത്രി? അതുകൊണ്ട് ഞാനിത് പല പ്രാവശ്യമായിട്ട് പറഞ്ഞത്, ഇത് ഒറ്റപ്പെട്ടൊരു കേസല്ല, നിറയെ കേസുകൾ ഇത് തലശ്ശേരി ടൗണിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരം കണ്ട ആളുകളെ നിങ്ങൾക്ക് കാണാം. ഈ മനുഷ്യനെ കണ്ടു നിങ്ങൾ? ഒരു വെള്ളം കുടിക്കാനേ ആക്കാന്നില്ല. ഇത്തരം കണ്ട ആൾക്കാർക്ക് ഒരു ആശുപത്രിയിൽ കിടത്തിയിട്ട് ഒരു ചികിത്സ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണിത്? ആരോരുമില്ലാത്തവർക്കും കൂട്ടിരിപ്പുകാരില്ലാത്തവർക്കും ആവശ്യമായ ചികിത്സ നൽകാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ തെരുവിൽ കഴിയുന്നവർക്കും ആവശ്യമായ ഘട്ടങ്ങളിൽ ചികിത്സ ലഭ്യമാകൂവെന്നും ബാബു പാറാൽ പറഞ്ഞു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.